കുറിച്ച് അച്ചു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവനെ സംശയം ഉണ്ടായിരുന്നു. നമ്മളെ അവൻ വിട്ടിയാക്കി. എന്തും സഹിക്കായിരുന്നു. എന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവൻ സിദ്ദിഖിനെ കൊല്ലിച്ചത്. ജീവൻ പോയാലും ദേവനെ ഞാൻ വെറുതെ വിടില്ല. ശേഖു, നാലുപാടും തന്നെ പോലീസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഇപ്പൊ പുറത്തിറങ്ങിയാൽ? പോലീസ് ഇതിനു മുൻപ് എന്നെ അന്വേഷിച്ചിട്ടുണ്ടല്ലോ സാർ. പലവട്ടം കളവിനും വഴക്കിനും കൂട്ടക്കൊലയ്ക്കും വരെ. ആ കുറ്റങ്ങൾ പലർക്കും വേണ്ടിയാണ് ഞാൻ ചെയ്തത്. എന്നാലിപ്പോൾ എനിക്ക് വേണ്ടി, ഞാൻ കുത്തിക്കരിക്കുന്ന എന്റെ സുഹൃത്തിനു വേണ്ടി ദേവനോട് ഞാൻ ചോദിക്കും. ഭീഷണിയും ശക്തിപ്രകടനവും കൊണ്ട് ഈ സ്ഥാപനം കൈയടക്കാൻ ശ്രമിക്കുന്നവരെ എതിർക്കുന്നതിന് പകരം അവർക്ക് വഴങ്ങിക്കൊടുത്തതാണ് ഇവിടുത്തെ തൊഴിലാളികളും സംഘടനകളും ചെയ്ത വലിയ തെറ്റ്. ദേവൻ, സംഘടനകളെ അടച്ചാക്ഷേപിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആക്ഷേപിക്കുകയല്ല, യൂണിയൻ നേതാക്കൾ എന്ന പേരിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആ തെറ്റുകൾ ആവർത്തിക്കരുത്. ബോയിലർ സെക്ഷനിൽ പുകവലിച്ച ഒരു തൊഴിലാളിക്കെതിരെ നടപടിയെടുത്തതിന് വർഷത്തിലേറെ സമരം ചെയ്ത് ഈ ഫാക്ടറി അടച്ചുപൂട്ടിച്ച പാരമ്പര്യമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എന്നാൽ അതേ സംഘടനാ ശക്തി ഈ സ്ഥാപനത്തെയും മൊത്തം തൊഴിലാളികളെയും തോൽപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കട്ടുമുടിച്ചവർക്ക് കൂട്ടുനിന്നതിനെ എനിക്ക് ആക്ഷേപമുള്ളൂ. കളവ് മുതലിന്റെ വിലയിലധികം ഫാക്ടറി ഉടമയ്ക്ക് സർക്കാരിന്റെ ഇൻഷുറൻസ് ലഭിക്കും. ആ നഷ്ടവും സഹിക്കേണ്ടത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്, നികുതിദായകരാണ്. അടുത്ത തലമുറയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഈ രാജ്യത്തെ കാടുകൾ വെട്ടി നുറുക്കി ആ വനവിഭവങ്ങൾ മുതലെടുത്താണ് ഇവിടുത്തെ ഫാക്ടറിയിലെ ഓരോ ജീവനക്കാരും ശമ്പളം പറ്റുന്നത് ഓർക്കണം. അത്തരം ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ എതിർത്ത് തോൽപ്പിക്കാനെങ്കിലും നാം ഒരുമിച്ച് നിൽക്കണം. ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ പൊറുക്കില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ദേവേട്ടനെ കൊല്ലുമെന്ന് പറഞ്ഞ് ശേഖു ഇറങ്ങിയിട്ടുണ്ട്. നേരെ വീട്ടിലോട്ടാണ് പോയെന്ന് തോന്നുന്നു. പറയാൻ എവിടെടി ദേവൻ? ദേവൻ എവിടെ? അവൾ സംസാരിക്കില്ല. എവിടെയാണോ ദേവൻ? എനിക്കറിയില്ല. എങ്കിൽ അവന് പകരം നീ ആവട്ടെ. എന്റെ സ്നേഹിതനെ കൊല്ലിച്ചതിന് പകരം അവന്റെ പ്രസാദ്,